ആസ്ട്രോ ഹീലിംഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളിലേക്ക് എടുക്കുക, പോസിറ്റീവായിട്ടുള്ള ഗൈഡൻസ് നിങ്ങളിലേക്ക് എടുക്കുക, അല്ലാത്തത് മറ്റുള്ളവർക്കായിട്ട് കൊടുത്തേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന ചില വ്യക്തികൾക്ക് നിങ്ങളോട് വളരെയധികം ദേഷ്യമുണ്ട്. ഒരുപക്ഷെ അവരിൽ ചിലർ ഇപ്പോഴും നിങ്ങളുടെ മുൻപിൽ ചിരിച്ചൊക്കെ നിൽക്കുന്നുണ്ടാകാം. അവർക്ക് നിങ്ങളോട് ദേഷ്യമുണ്ടാകാനുള്ള കാരണമെന്ന് പറയുന്നത് നിങ്ങളാണ് അവരുടെ മാനിപ്പുലേറ്റീവായിട്ടുള്ള ഗെയിംസ് അല്ലെങ്കിൽ അവരുടെ മാനിപ്പുലേറ്റീവായിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള സ്വഭാവം ഒക്കെയും പുറത്തു കൊണ്ടുവരാൻ കാരണമായത്. അത് നിങ്ങൾ മറ്റുള്ളവരുടെ മുൻപിൽ കാണിച്ചു കൊടുത്തു. ആ ഒരു വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ നിങ്ങളെ പല തന്ത്രങ്ങളും ഉപയോഗിച്ച് അവരുടെ കൺട്രോളിലാക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. ആ തന്ത്രങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമെന്നോ അല്ലെങ്കിൽ നിങ്ങളത് തിരിച്ചറിയുമെന്നോ ഒന്നും തന്നെ അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. നിങ്ങളുടെ റെപ്യൂട്ടേഷൻ, നിങ്ങളുടെ പേര്, സമൂഹത്തിൽ നിങ്ങൾക്കുണ്ടായിരുന്ന ആ ഒരു വില തന്നെ കളങ്കപ്പെടുത്താനായിട്ട് ഈ വ്യക്തി ശ്രമിച്ചിരുന്നു. നിങ്ങളാണ് പ്രശ്നം, നിങ്ങൾ കാരണമാണ് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഉണ്ടായത് എന്ന് വരുത്തി തീർക്കാനായിട്ടൊക്കെ അവർ പലതരത്തിലുള്ള കള്ളങ്ങളും പറഞ്ഞു പരത്തി. പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ അവരായിരുന്നു മറ്റുള്ളവരെ ചതിച്ചുകൊണ്ട് അല്ലെങ്കിൽ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടുമൊക്കെ ജീവിച്ചത്. അവർ പോകുന്ന വഴിയെ എല്ലാം തന്നെ അവർ അവരുടെ ആ ഒരു നെഗറ്റീവ് എനർജി കൊണ്ട് നടന്നിരുന്നു. രഹസ്യമായിട്ടുള്ള പദ്ധതികൾ അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. നിങ്ങൾ ജീവിതത്തിൽ തോൽക്കുന്നത് കാണാനായിട്ട് ഈ ഒരു വ്യക്തി വളരെയധികമായിട്ട് ആഗ്രഹിച്ചിരുന്നു. ഇവർ നിങ്ങളെ വില കുറച്ച് കണ്ടു. അവർ കരുതിയത് അവരുടെ പല നമ്പറുകളും അല്ലെങ്കിൽ അവരുടെ പല തന്ത്രങ്ങളും ഒക്കെ വെച്ചിട്ട് നിങ്ങളെ തകർക്കാം അല്ലെങ്കിൽ നിങ്ങളെ കീഴടക്കാം എന്നൊക്കെ ആയിരുന്നു. തകർക്കുന്നതിലുപരി അവർക്ക് നിങ്ങളെ കൺട്രോളിലാക്കണം, കീഴടക്കണം, അവരുടെ താഴെ നിർത്തണം, അങ്ങനെയൊക്കെ ആയിരുന്നു. ഈ വ്യക്തിക്ക് ഈ രീതിയിൽ നിങ്ങളെ ഉപയോഗിച്ച് നേട്ടം ഉണ്ടാക്കാം എന്നൊക്കെ ഈ ഒരു വ്യക്തി കരുതിയിരുന്നു. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു ഡിവൈൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഹയർ പവറിൻ്റെ ആ ഒരു സാന്നിധ്യം അവരറിയാതെ പോയിരുന്നു. ആ ഒരു സമയത്ത് ഈ വ്യക്തി കരുതിയത് അവർ കൂടുതൽ സ്ട്രോങ് ആകുന്നതും അവർ പവർഫുൾ ആകുന്നതും ഒക്കെ നിങ്ങളെ മറ്റുള്ളവരുടെ മുൻപിൽ കുറച്ച് കാണിക്കുന്നത്, അതായത് വില കുറച്ച് കാണിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളെ വലിച്ച് താഴെ ഇടുന്നത് കാണിക്കുമ്പോഴോ ഒക്കെ ആണെന്നാണ്. അതായത് ആ ഒരു സമയത്ത് അവർക്ക് സ്വയം അവർ വളരെ പവർഫുൾ ആണെന്ന് തോന്നുമായിരുന്നു. അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ സമ്പത്തിനെ ഒക്കെ നശിപ്പിക്കണം എന്നായിരുന്നു അവരുടെ മനസ്സിലെ ചിന്ത. എന്നാൽ അവരുടെ ഓരോ പദ്ധതികളും അവരുടെ നുണകളും അവർ നടത്തിയ ഓരോ വഞ്ചനയും എല്ലാം തന്നെ നിങ്ങൾക്ക് മുൻപിൽ യൂണിവേഴ്സ് കൊണ്ടുവന്നു എന്നുള്ളതാണ് സത്യം. അതെല്ലാം നിങ്ങളുടെ മുൻപിൽ യൂണിവേഴ്സ് കറക്റ്റായിട്ട് കാണിച്ചു തന്നു. ഡിവൈൻ തന്നെ ദിവ്യജ്ഞാനത്തിലൂടെ നിങ്ങളുടെ കണ്ണുകൾ തുറന്നു എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അവരുടെ പ്രവർത്തികൾ നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചിരുന്നു. എന്നാൽ ഇന്ന് അവർക്ക് അതിൻ്റെ കർമ്മയെ നേരിട്ടേ വഴിയുള്ളൂ. അത് അവർ ഫേസ് ചെയ്തേ മതിയാവുകയുമുള്ളൂ. അവർ വരുത്തി വെക്കാൻ ശ്രമിച്ച ദ്രോഹത്തെ കണ്ടില്ല എന്ന് നടിക്കാൻ മാത്രം ഡിവൈൻ്റെ കണ്ണ് അല്ലെങ്കിൽ ആ ഒരു ഹയർ പവറിൻ്റെ കണ്ണ് ആരും മൂടിക്കെട്ടി വെച്ചിട്ടില്ല. അവർ വിതച്ച ഓരോ നെഗറ്റീവായിട്ടുള്ള വിത്തുകളും ഇന്ന് അവരുടെ ജീവിതത്തിൽ ഫലമായിട്ട് കായ്ക്കുകയാണ്. നിങ്ങൾ ഈ രീതിയിലുള്ള വഞ്ചന, പെരുമാറ്റമൊന്നും യഥാർത്ഥത്തിൽ ആരിൽ നിന്നും അർഹിച്ചിരുന്നില്ല എന്നതാണ് സത്യം. ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് യാതൊരുവിധ ലക്ഷ്യബോധവും ഇല്ലാത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഇവർ അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി ഇടപെടുന്നത്. സ്വന്തമായിട്ടൊരു ലക്ഷ്യമില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ ഉയരുന്നത്, ലക്ഷ്യമുള്ള ആൾക്കാർ ഉയരുന്നത് കാണാനും ഇയാൾക്ക് സഹിക്കില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള യാതൊരുവിധ ലക്ഷ്യബോധവും ഇല്ലാത്ത അല്ലെങ്കിൽ ഇല്ലാതെ ജീവിക്കുന്ന വ്യക്തികൾ അവരുടെ എനർജി ഉപയോഗിക്കുന്നത് മറ്റുള്ളവരെ വലിച്ചു താഴ്ത്താനായിരിക്കും ഉപയോഗിക്കുന്നത്. മിക്കപ്പോഴും അവരുപയോഗിക്കുന്നത് അതിന് വേണ്ടിയിട്ടായിരിക്കും. കാരണം അവരുടെ എനർജി മറ്റുള്ള കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ അവർക്ക് മറ്റൊരു കാര്യവുമില്ല. മറ്റുള്ളവരെ താഴ്ത്തുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ സമാധാനം നശിപ്പിക്കുക, ഇതൊക്കെ തന്നെയാണ് അവരുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ. ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ എനർജി അവർ മൊത്തം ഉപയോഗിച്ചത് നിങ്ങളെ വലിച്ച് താഴ്ത്തുന്നതിനും നിങ്ങളെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം, നിങ്ങളുടെ സമാധാനം എങ്ങനെ നശിപ്പിക്കാം, ഈ രീതിയിലുള്ള ചിന്തകളിൽ കൂടെയായിരുന്നു അവരുടെ ആ ഒരു എനർജി അവർ യൂസ് ചെയ്തത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം
നിങ്ങൾ നടക്കുന്ന വഴികളിൽ നിങ്ങൾ വെളിച്ചം പരത്തിക്കൊണ്ടാണ് നടന്നത്. അതായത് വളരെ പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു സോളാണ് നിങ്ങൾ കൂടെ കൊണ്ട് നടന്ന ആ ഒരു വെളിച്ചത്തിലും ആ ഒരു സമാധാനത്തിലുമൊക്കെ അവർക്ക് വെറുപ്പ് തോന്നിയിരുന്നു. കാരണം അത് അവരിലെ ഇരുട്ട് അല്ലെങ്കിൽ അവരിലുണ്ടായിരുന്ന ആ ഒരു അന്ധകാരത്തെ തുറന്നു കാട്ടുമെന്ന് അവർ ശരിക്കും ഭയന്നിരുന്നു. അല്ലെങ്കിൽ അവർക്ക് മനസ്സിലായി നിങ്ങളിലെ ആ ഒരു വെളിച്ചം അവരുടെ ഉള്ളിലുള്ള ആ ഒരു അന്ധകാരത്തെ മറ്റുള്ളവരെ കാണും. നിങ്ങളുടെ വെളിച്ചം കാരണം അവരിലുള്ള ആ ഒരു അന്ധകാരത്തെ മറ്റുള്ളവർ കണ്ടുപിടിക്കും എന്നുള്ളത് അവർക്ക് ബോധ്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിലെ ആ ഒരു എനർജിയെ അവർ വെറുത്തിരുന്നത്. ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ ഒരു വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരെ തന്നെ ഉയർത്തുന്നതിലോ അല്ലെങ്കിൽ അവരെ തന്നെ മെച്ചപ്പെടുത്തുന്നതിലോ ഒന്നും ഫോക്കസ് ചെയ്തില്ല. അതിനു പകരം അവർ ഫോക്കസ് ചെയ്തത് അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ മൊത്തം അവർ കൊടുത്തത് നിങ്ങളിലാണ്. നിങ്ങളിലുള്ള അനുഗ്രഹങ്ങളെ അല്ലെങ്കിൽ നിങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ, നിങ്ങളിൽ ഉണ്ടാകുന്ന പുരോഗതികളെ, അവയിലൊക്കെയാണ് അവർ ഫോക്കസ് ചെയ്തത്. പക്ഷേ അവർ നിങ്ങളിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവർ യഥാർത്ഥത്തിൽ അവരെ തന്നെ മറന്നുപോയി, അല്ലെങ്കിൽ അവരിൽ ഫോക്കസ് ചെയ്യാൻ അവർ മറന്നുപോയി. അത് അവരുടെ തകർച്ചയ്ക്ക് അല്ലെങ്കിൽ വീണ്ടും അവരെ താഴോട്ട് കൊണ്ടുപോകുന്നതിന് കാരണമായി എന്നാണ് കാണുന്നത്. എന്നാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു, വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു, ഇതുപോലുള്ള വ്യക്തികളെ നേരിടേണ്ടി വന്നു, നെഗറ്റീവ് എനർജികളുമായിട്ട് നിങ്ങൾക്ക് ഒരു വാർ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്നും കുറച്ച് സമയം നിങ്ങൾ ഡിസ്ട്രാക്റ്റ് ആയിപ്പോയി അല്ലെങ്കിൽ പല രീതിയിലും അങ്ങ് തകർന്നു പോയെങ്കിലും പിന്നീട് നിങ്ങൾ കയറി വന്ന് നിങ്ങളുടെ കാര്യം തന്നെയാണ് നോക്കിയത്. അപ്പോഴും ഈ വ്യക്തി നിങ്ങളിലാണ് ശ്രദ്ധ വെച്ചത്, നിങ്ങളിൽ വരുന്ന മാറ്റങ്ങളിലാണ് ശ്രദ്ധ വെച്ചത്. എന്നാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ തന്നെ കൂടുതൽ മികച്ചതാക്കുകയാണ് ചെയ്തത്. ശരിയാണ്, മുൻപ് പറഞ്ഞതുപോലെ ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടതായി വന്നു. പക്ഷേ ഇന്ന് നിങ്ങൾ വളരെ മികച്ചതാണ്. ഒരുപാട് അറിവ് ഇന്ന് നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് അവരുടെ സമ്മതമോ അല്ലെങ്കിൽ അവരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റിൻ്റെ ഒന്നും യാതൊരു ആവശ്യവുമില്ല. കാരണം നിങ്ങൾക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് തന്നിരിക്കുന്നത് ഡിവൈനാണ്. പാസ്റ്റ് എല്ലാം പുറകിൽ ഉപേക്ഷിച്ച് മുന്നോട്ട് നടക്കേണ്ട ഒരു സമയമാണ് ഇതെന്ന് ഇവിടെ കാണാം. ഈ വ്യക്തികളിൽ നിന്നും നിങ്ങളെ യൂണിവേഴ്സ് അകറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായ ചില കാരണങ്ങളുണ്ട്. നിങ്ങൾ ജീവിക്കേണ്ടത് പ്രശ്നങ്ങളുടെ നടുക്കോ അല്ലെങ്കിൽ ഇതുപോലുള്ള ടോക്സിസിറ്റി അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള വ്യക്തികളുടെ അല്ലെങ്കിൽ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തികളുടെ ഇടയിലോ അല്ല, അല്ലെങ്കിൽ അവരുടെ കൂടെയോ അല്ല. ഈ വ്യക്തി അല്ലെങ്കിൽ ഈ വ്യക്തികൾ നിങ്ങളോട് കാണിച്ച എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ അവരോട് ക്ഷമിക്കുക. പക്ഷേ ഇനി ഒരിക്കലും അവരുമായിട്ട് ബന്ധം നിലനിർത്തരുത്. ഇനി നിലനിർത്തേണ്ട സാഹചര്യമാണ്, അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ പോലും അവർക്കും നിങ്ങൾക്കും ഇടയിൽ ഒരു വര വരയ്ക്കുക. എന്നിട്ട് ആ വര കടക്കാൻ അവരെ അനുവദിക്കരുത്. അതായത് ബൗണ്ടറീസ് വെച്ച് മുന്നോട്ട് പോവുക. ധൈര്യത്തോടു കൂടി നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ നടക്കുക. നിങ്ങൾക്കുള്ള ആ ഒരു ഫ്യൂച്ചർ ഡിവൈനാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. നിങ്ങളെ സമാധാനത്തിൻ്റെ ഒരു ഘട്ടത്തിലേക്കാണ് യൂണിവേഴ്സ് കൊണ്ടുപോകുന്നത്. നിങ്ങളുടെ ദൗത്യത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുകയാണ്. നിങ്ങളിൽ നിന്നും മറ്റുള്ളവർ ചോർത്തിക്കൊണ്ടുപോയ നിങ്ങളുടെ ആ ഒരു എനർജി നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരികെ വരികയാണ് എന്നിവിടെ കാണാം. അവരുടെ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ആരോപണങ്ങളോ അല്ല നിങ്ങൾ ആരാണ് എന്ന് നിശ്ചയിക്കുന്നത്. നിങ്ങളെ നിർവചിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ് അല്ലെങ്കിൽ സ്നേഹത്താലാണ്, നിങ്ങളിൽ വെച്ചിരിക്കുന്ന ദൗത്യത്താലുമാണ്. അവരുടെ ഒരു തന്ത്രങ്ങളും ജയിക്കാൻ പോകുന്നില്ല, ഒരു പദ്ധതികളും ജയിക്കാൻ പോകുന്നില്ല. കാരണം ഡിവൈൻ്റെ കരം നിങ്ങളുടെ ജീവിതത്തിന്മേലുണ്ട്. അവർ നിങ്ങൾക്ക് നേരെ നടത്തുന്ന ഓരോ ആക്രമണവും നിങ്ങളുടെ ഉയർച്ചയിലേക്കുള്ള ഓരോ ചവിട്ടുപടിയായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വളർച്ചയും അനുഗ്രഹങ്ങളും ഒന്നും തന്നെ അവരുടെ അംഗീകാരത്തിൽ നിന്നും ഉണ്ടാവുന്നതല്ല. ഈവൻ അവരെ പോലും സൃഷ്ടിച്ചത് ഇതേ ഹയർ പവർ തന്നെയാണ്, അല്ലേ? അതുകൊണ്ട് ഈ വ്യക്തിയുമായിട്ടുള്ള അല്ലെങ്കിൽ ഈ വ്യക്തികളുമായിട്ടുള്ള ആ ഒരു ചാപ്റ്റർ ഇവിടെ എങ്ങും ക്ലോസ് ചെയ്യുക. ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ വ്യക്തികളെ, ആ നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളെ എല്ലാം തന്നെ പുറകിൽ ഉപേക്ഷിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. എന്നിട്ട് ഡിവൈനിൽ വിശ്വസിക്കുക. ഡിവൈൻ നിങ്ങൾക്ക് നൽകാമെന്ന് നിങ്ങളോട് പ്രോമിസ് ചെയ്ത ആ ഒരു ജീവിതത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നതിനായിട്ട് നിങ്ങൾ ഡിവൈനെ വിശ്വസിക്കുക. അവരുടെ വെറുപ്പ് അല്ലെങ്കിൽ അവരുടെ അസൂയ, പക എല്ലാം അവരിൽ തന്നെ ഇരുന്നോട്ടെ.
നിങ്ങൾ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോവുക, വിശ്വാസത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോവുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അവരോട് ക്ഷമിക്കുക എന്നാണ്. അവരോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു ബന്ധത്തിൽ അല്ലെങ്കിൽ ആ ഒരു ടോക്സിക് ആയിട്ടുള്ള വ്യക്തിയുടെ അടുത്തേക്ക് വീണ്ടും പോകണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അവരോട് ക്ഷമിക്കുമ്പോൾ നമ്മുടെ സമാധാനത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അത് നമുക്ക് വേണ്ടിയിട്ടാണ്. അവർ നിങ്ങളോട് കാണിച്ച നീതികേടിനുള്ള മറുപടി പിന്നെ കൊടുക്കുന്നത് ഡിവൈൻ ആയിരിക്കും. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതും ആ ഒരു ഹയർ പവർ ആയിരിക്കും. ആ ഒരു വിശ്വാസത്തിൽ പഴയതിനെയൊക്കെ പുറകിൽ ഉപേക്ഷിച്ച് മുന്നോട്ട് പോവുക. സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.